എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ മുടിയൻ സാധോ അവനാണെങ്കിൽ ആ അരങ്കാരനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ അതിനെ കൊല്ലാനോ നശിപ്പിച്ചു കളയാനോ ഒന്നും തന്നെ സാധോ അവൻ തയ്യാറാവില്ല. അവനാണെങ്കിൽ ഇപ്പൊ ആ ഒരു അരങ്കാരനോട് യാത്ര പറഞ്ഞ് അവിടുന്ന് മുൻപോട്ടേക്ക് കടന്നു പോകും. പക്ഷെ അടുത്ത നിമിഷം അവന് പ്രതിബന്ധമായിട്ട് മറ്റൊരു ലേഡി അരങ്കാർ ഒരുപാട് വെപ്പൻസ് ഒക്കെ ആയിട്ട് അവിടേക്ക് കടന്നു വരികയാണ്. അവളെ കാണേണ്ട താമസം സാധോ അവൻ അടിച്ചിട്ട അരങ്കാറ് അവനങ്ങനെ നിലവിളിച്ചു പറയും, സാധോ ഓടിക്കോ, അവള് വളരെ പവർഫുൾ ആയിട്ടുള്ള സീനിയർ റാങ്ക് ലെവലിലുള്ള ഒരു അരങ്കാറാണ്. അവൾ അത്ര വേഗം തോൽപ്പിക്കാൻ നിന്നെ കൊണ്ടാവില്ല. ഒരുപക്ഷെ അവൾ നിന്റെ ജീവൻ തന്നെ എടുക്കും. നിന്റെ ആഗ്രഹം പോലെ നിന്റെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ നിന്നെ കൊണ്ടാവില്ല. സോ ഒരു സെക്കൻഡ് പോലും നീ സമയം പാഴാക്കാൻ പാടില്ല. ഇത്രയും വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെടും. അത് കേട്ട് സാധു ആണെങ്കിൽ വലിയ മൈൻഡൊന്നും ഇല്ലാതെ അങ്ങനെ അവളെ തന്നെ നോക്കുകയാണ്. ഓൾറെഡി സാധുയുടെ കയ്യിലുള്ള 2 പവർ അത് രണ്ടും ഇൻവിസിബിൾ ആയി കഴിഞ്ഞതാണ്. സോ അവളെ കാണുമ്പോൾ തന്നെ സാധുവിക്ക് മനസ്സിലാവും അവൻ ഇത്രയും നേരം ഫൈറ്റ് ഇട്ട ആ അരങ്കാരനെ പോലെ അല്ല ഇവളുടെ പവർ കൂടുതലാണ്. സോ അവനാണെങ്കിൽ വീണ്ടും അവന്റെ ഒരാമിലേക്ക് പവർ കൊണ്ടുവരികയാണ്. അവൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവൾ അവനെ അറ്റാക്ക് ചെയ്യാൻ പറന്നെത്തും. പക്ഷെ നമ്മുടെ മുടിയൻ സാധു അവളുടെ പഞ്ച് ബ്ലോക്ക് ചെയ്ത് അവൾ അച്ചരം പൊച്ചറ ഇട്ടിക്കും. പക്ഷെ അവള് അതിലും പവർഫുള്ളും ബുദ്ധിമതിയുമാണ്. മുടിയന്റെ ഓരോ പഞ്ചിൽ നിന്നും അവൾ നൈസായിട്ട് എസ്കേപ്പ് ആവും. അതിനുശേഷം അവനെ പിടിച്ചു വലിച്ച് മടക്കി ലോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവൻ അവളുടെ കൈ തട്ടി മാറ്റി വയറ്റിൽ പഞ്ച് ചെയ്യാണ്. പക്ഷെ അത്രയും ഫോഴ്സിൽ പഞ്ച് ചെയ്തിട്ടും അവൾക്ക് അവളുടെ ബോഡിയിൽ ഒരു സ്ക്രാച്ച് പോലും വീടില്ല. അവൾ അങ്ങനെ ഫുൾ കോൺഫിഡൻസിൽ അവനെ നോക്കി ചിരിച്ച് ഹായ് ആയിട്ട് നിൽക്കും. സാധുവിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അത് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത്രയും പവർ ഉണ്ട് ഈ ഒരു അരങ്കാരനെന്ന് അവൻ ആ ഒരു നിമിഷത്തിലായിരിക്കും തിരിച്ചറിയുന്നതും അവളെ തകർക്കാനായിട്ട് കൂടുതലായിട്ട് പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും. ആ അരങ്കാരാണെങ്കിൽ വീണ്ടും വീണ്ടും വിളിച്ചു പറയും, സാധു നീ കരുതും പോലെയല്ല അവളുടെ പവറിന് മുൻപിൽ നിന്റെ പവർ ഒന്നുമല്ല. അവൾ തീർച്ചയായിട്ടും നിന്നെ കൊന്നുകളയും. അവനത് പറയേണ്ട താമസം അവളുടെ വെപ്പൻ വെച്ച് സാധുവിന്റെ ദേഹത്ത് അങ്ങനെ ആഞ്ഞു വെട്ടുകയാണ്. ചോര തുളുമ്പി സാധു അങ്ങനെ താഴേക്ക് വീഴും. അവന്റെ പവർ ആണെങ്കിൽ പതിയെ അങ്ങനെ ഡൗൺ ആവുകയാണ്. അതങ്ങനെ കുറഞ്ഞ് അവൻ പൂർണ്ണമായിട്ടും കുഴഞ്ഞ് താഴെ വീഴും. സാധുവിന്റെ പവർ അതങ്ങനെ ഡൗൺ ആവുന്നത് ഇപ്പൊ റാഞ്ചി സെൻസ് ചെയ്യും. എന്തോ ഒരു അപകടം അത് സാധുവിന് സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി റാഞ്ചി മുൻപോട്ടേക്ക് ഓടുകയാണ്. മറ്റൊരു ഭാഗത്ത് ഇച്ചിഗോയ്ക്കും സാധുവിന്റെ പവർ അത് കുറഞ്ഞു വരുന്നത് സെൻസ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ അവന്റെ മനസ്സിൽ ഒർഹിബയാണ്. സോ സാധുവില് വിശ്വാസവും കോൺഫിഡൻസും ഒക്കെ അർപ്പിച്ച് അവനാണെങ്കിൽ ഒർഹിബയെ അന്വേഷിച്ച് ഓടും. ഇച്ചിഗോ ആണെങ്കിൽ അങ്ങനെ മുൻപോട്ടേക്ക് ഓടുന്തോറും അവർ ഒരുമിച്ച് എല്ലാവരും ചേർന്ന് പ്രതിജ്ഞ എടുത്തത് ആലോചിക്കുകയാണ്. എല്ലാവരും അവരുടെ ജീവൻ പ്രൊട്ടക്ട് ചെയ്യുമെന്നും ഒറീബയെ കണ്ടെത്തുമെന്നാണ് അവർ പ്രതിജ്ഞ എടുത്തത്. അതുകൊണ്ട് തന്നെ മുടിയൻ സാധു അവന് യാതൊന്നും സംഭവിക്കില്ല, അവന്റെ ജീവനെ അവൻ തന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് വിശ്വസിച്ച് ഹീറോ മുൻപോട്ടേക്ക് ഓടും. കട്ട് ചെയ്ത ഒറീബ അവളാണെങ്കിൽ ഒരുപാട് പേടിച്ച് അങ്ങനെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ മുടിയൻ സാധുയുടെ ബോഡിയിൽ ഡീപ്പായിട്ട് ഇഞ്ചുറി പറ്റിയ കാര്യം അവൾ തിരിച്ചറിയാണ്. അവളുടെ പേടിയും ടെൻഷനും ഹാർട്ട് ബീറ്റും അതെല്ലാം തന്നെ കൂടി വരും. അവൾക്ക് വേണ്ടിയാണ് അവരെല്ലാം കഷ്ടപ്പെടുന്നതും ഇവിടേക്ക് വന്ന് വാർ ചെയ്യുന്നതെന്നും അവൾക്കറിയാം. ആക്ച്വലി അവർക്കൊന്നും സംഭവിക്കാതിരിക്കാനാണ് അവൾ ഇങ്ങനെയൊരു ഡിസിഷൻ എടുത്തത്. പക്ഷെ ഇപ്പോ അവളുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് എല്ലാം ഉൾട്ടയായിട്ടാണ് സംഭവിക്കുന്നത്. അല്പസമയം കഴിയുമ്പോഴേക്കും ഐസന്റെ അസിസ്റ്റന്റ് ഇപ്പൊ ഒർഹിബയുടെ അടുത്തേക്ക് വരും. ഒർഹിബ ആണെങ്കിൽ അവിടെ വന്നതിൽ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഐസൻ ആണെങ്കിൽ ഒർഹിബയുടെ ജീവൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അവനാണെങ്കിൽ അവളോട് ഫുഡ് കഴിക്കാനായിട്ട് നിർബന്ധിക്കും. അവൾ അതിന് തയ്യാറാവുന്നില്ല എന്ന് കണ്ടതും അവൻ ഭീഷണിപ്പെടുത്തും. മര്യാദയ്ക്ക് നീ ഫുഡ് കഴിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ഫ്രണ്ട്സിനെ ഓരോരുത്തരെയായിട്ട് ഞങ്ങൾ തട്ടിക്കളയും. അത് കേട്ട് അവൾക്ക് വലിയൊരു ഷോക്ക്. അവൾ അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. കൺട്രോൾ പോയ ഒർഹിബയാണെങ്കിൽ ഐസന്റെ അസിസ്റ്റന്റിനെ ആഞ്ഞടിക്കും. അതിനവനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ അവിടുന്ന് കടന്നു പോകും. എന്നിട്ട് അങ്ങനെ ടേൺ ചെയ്ത് അവളോട് പറയും, നീ എത്ര വേണമെങ്കിലും ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ, പക്ഷെ ഒരു കാരണവശാലും നിന്റെ ഫ്രണ്ട്സ് രക്ഷപ്പെടില്ല. ഭക്ഷണം കഴിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ നിർബന്ധിച്ച് നിന്നെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ ഐസനും എനിക്ക് നന്നായിട്ട് അറിയാം. ഇവയാണെങ്കിൽ അവളുടെ വിധിയെക്കുറിച്ച് ഓർത്ത് പൊട്ടിക്കരയും. അവളുടെ സ്വന്തം ഫ്രണ്ട്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇത്രയും വലിയൊരു ത്യാഗം ചെയ്ത് ഇവിടേക്ക് എത്തിയത്. ഇപ്പോ അവളുടെ ജീവൻ മാത്രമല്ല, മറിച്ച് അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും പ്രൊട്ടക്ട് ചെയ്യപ്പെടണമെന്നും ആഗ്രഹിച്ച അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇച്ചിഗോ അടക്കം എല്ലാവരും ഈ ഹോളോ വേൾഡിൽ പെട്ട് കിടക്കുകയാണ്. ഓൾറെഡി ആ മുടിയൻ സാധോയ്ക്ക് നല്ല രീതിയിൽ പരുക്കു പറ്റിയത് അവൾ സെൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളവരുടെ അവസ്ഥ അതെന്താവോന്ന് ചിന്തിച്ച് അവൾ അങ്ങനെ പേടിച്ചു നിൽക്കും. എനിക്കിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട, എത്രയും വേഗം എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ തിരികെ പോകണം. എൻ്റെ ആ പഴയ നോർമൽ ലൈഫ് അതെനിക്ക് വേണമെന്ന് പറഞ്ഞ് അവളങ്ങനെ വിതുമ്പി കരയും. കട്ട് ചെയ്ത ഇവിടെ ആ അരങ്കാറാണെങ്കിൽ മുടിയൻ സാധുവായി വെട്ടി പരിക്കേൽപ്പിച്ച് അങ്ങനെ സ്ലോ മോഷനിൽ ഹായായിട്ട് നടക്കുകയാണ്.
അവളാണെങ്കിൽ ആദുവിന്റെ കാറ്റ് പോയെന്ന് കരുതിയായിരിക്കും അവിടുന്ന് തിരിഞ്ഞു നടക്കുക. പക്ഷെ നമ്മുടെ ചെക്കൻ അവൻ ആ ഒരു ഗ്യാപ്പില് അവന്റെ രണ്ടാമത്തെ ആമിലേക്കും പവർ കൊണ്ടുവന്ന് അവളെ അട്ടിക്കാനായിട്ട് ചാടി എഴുന്നേക്കും. പക്ഷെ അടുത്ത നിമിഷം അവളുടെ അസിസ്റ്റന്റ് അതോടെ പവർ തടഞ്ഞ് അവനെ അട്ടിച്ച് താഴെ ഇടുകയാണ്. ഇവിടെ ആ അലങ്കാർ ലേഡിക്കാണെങ്കിൽ അതാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടില്ല. അവൾ അവനെ പിടിച്ചു വലിച്ച് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകും. യു ആർ അൺബിലീവബിൾ. നീ എന്റെ വെറും ഒരു അസിസ്റ്റന്റ് ആണ്. ഒരു കാരണവശാലും ഞാൻ ഫൈറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ കയറി ഇന്റർഫിയർ ചെയ്യാനായിട്ട് പാടില്ല. ഇതെനിക്ക് ഉണ്ടാക്കുന്നത് വലിയ അപമാനമാണ്. ഇനി അത്തരത്തിലുള്ള അപമാനം നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായ ഞാൻ ആരാണെന്ന് അത് നീയോ അറിയൂന്ന് പറഞ്ഞ് അവൾ അങ്ങനെ പല്ല് കടിച്ച് ഒരുപാട് ദേഷ്യത്തില് അവനെ നോക്കും. അസിസ്റ്റന്റിനാണെങ്കിൽ അത് കേട്ട് ഒരുപാട് വിഷമം തോന്നും. കാരണം അവളുടെ ജീവൻ രക്ഷിച്ചതില് ബോസ് അരങ്കാർ അവനെ പ്രശംസിക്കുമെന്നാണ് അവൻ കരുതിയത്. പക്ഷെ അതിനു പകരം അവളാണെങ്കിൽ വളരെ മോശമായിട്ട് അവനോട് സംസാരിച്ചു. അവൻ ആ വിഷമത്തില് തല താഴ്ത്തി നിൽക്കും. അതിനവള് പറയും, ഇവൻ വെറും ഒരു ഹ്യൂമൻ ബീങ് ആണ്. ഇവനെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ മേലിൽ ഈ തെറ്റ് നീ ആവർത്തിക്കാൻ പാടില്ല എന്ന് അവളൊരു വാണിംഗ് കൊടുക്കും. കട്ട് ചെയ്ത ഇവിടെ റാഞ്ചിയും ആ ഹോളോ ബ്രദറും അവരാണെങ്കിൽ ഇപ്പോഴും ഒർഹിബയുടെ പവർ സെൻസ് ചെയ്ത് അവളെ അന്വേഷിച്ച് മുൻപോട്ടേക്ക് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് റിസർച്ച് ലാബിലുള്ള ആ പിങ്ക് തലയൻ ഹോലോയെ കാണിക്കും. അവനാണെങ്കിൽ ആ ഹോലോ ബ്രോയെയും റാഞ്ചിയെയും നോക്കിയിരിക്കുകയാണ്. അവരെ രണ്ടുപേരെയും ക്യാച്ച് ചെയ്ത് അവരെ വെച്ച് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് അവൻ അങ്ങനെ പ്ലാൻ ചെയ്യും. അതേസമയം റാഞ്ചിക്കാണെങ്കിൽ വളരെ ബാഡ് ആയിട്ടുള്ള എന്തോ ഒരു ക്രീപ്പി ഫീല് അത് സെൻസ് ചെയ്യാനായിട്ട് പറ്റും. അവൻ ആ ക്രീപ്പി ഫീല് അതെന്താണെന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ ബേസ്മെന്റ് അങ്ങനെ ഓപ്പൺ ആയി അവർ രണ്ടുപേരും താഴേക്ക് വീഴും. ആദ്യം റാഞ്ചി ആണെങ്കിൽ ബേസ്മെന്റ് ലാൻഡ് ചെയ്യും. അവന്റെ തൊട്ടു പിന്നാലെ ആ ഹോലോ ബ്രോ അവനങ്ങനെ റാഞ്ചിയുടെ ദേഹത്തേക്ക് അടിച്ചു വീഴുകയാണ്. റാഞ്ചി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് അവനെ തള്ളി മാറ്റും. അതിനുശേഷം അവനോട് ചൂടാവുകയാണ്. അവൻ പേടിച്ച് നിലവിളിച്ച് കരയാൻ തുടങ്ങും. അടുത്ത നിമിഷം അവരുടെ മുൻപിലേക്ക് ആ പിങ്ക് മുടിയൻ സയന്റിസ്റ്റ് അവനങ്ങനെ ഹായ് ആയിട്ട് നടന്നു വരും. അവനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാരുടെ ടെൻഷൻ അത് കൂടി വരും. ആ ഹോലോ ബ്രദർ ആണെങ്കിൽ അവനെ കാണേണ്ട താമസം നിലവിളിച്ച് പറയും, എനിക്കിവനെ നന്നായിട്ട് അറിയാം. ഈ ഹോലോ വേൾഡിലെ നമ്പർ 1 സയന്റിസ്റ്റ് ആണ് ഇവൻ. ഇവൻ സാധാരണ ഹോലോസിനെയൊക്കെ പിടിച്ച് ഒരുപാട് എക്സ്പെരിമെന്റ്സിലൂടെ കടത്തിവിട്ട് അവരെ വിയേഡാക്കി മാറ്റും. ഒരുപാട് ഹോലോസ് ഇവന്റെ എക്സ്പെരിമെന്റ് കാരണം ബാഡായി മാറി മരണപ്പെട്ടു. അതുപോലെ തന്നെ പല പല ഇഷ്യൂസും ഫേസ് ചെയ്യേണ്ടി വന്നു. സോ ഒരു കാരണവശാലും ഇവന്റെ അടുത്ത് നമ്മൾ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹോലോ ബ്രോ ആണെങ്കിൽ വീണ്ടും പേടിച്ച് കരയാനായിട്ട് തുടങ്ങും. ആണെങ്കിൽ രണ്ടാമൊന്നും ചിന്തിക്കാതെ അവന്റെ ബാങ്കായി പവർ അതിപ്പോ ആ പിങ്ക് തലയൻ സയന്റിസ്റ്റിന് നേരെ അയക്കുകയാണ്. പക്ഷെ അവനൊരു സാധാരണ അരങ്കാറല്ല. അവന്റെ പവർ വളരെ കൂടുതലാണ്. അവൻ സെക്കൻഡുകൾ കൊണ്ട് റാഞ്ചിയുടെ അരങ്കാറിനെ തകർത്ത് തവിട് പൊടിയാക്കും. റാഞ്ചിക്കാണെങ്കിൽ അത് കണ്ട് വല്ലാത്തൊരു ഷോക്ക്. കാരണം അത്ര എളുപ്പത്തിൽ ഇതുവരെ എന്റെ ബാങ്കായി പവറിനെ ആരും തന്നെ തകർത്തിട്ടില്ല. ഇവനെ കൊണ്ട് എങ്ങനെ ഇത് സാധിച്ചു ചിന്തിച്ച് അവൻ വണ്ടറടിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ റുക്കയെയും അവളുടെ ഓപ്പണന്റ് ആ അരങ്കാറിനെയും കാണിക്കും. ആ അരങ്കാറാണെങ്കിൽ അവളുടെ പഴയ ബോസിന്റെ രൂപത്തിലേക്ക് മാറി റുക്കയോട് പറയും, എന്നെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ടതാണ് ഹോലോസിനെയും സോൾട്ട് റിപ്പേഴ്സിനെയും ഭക്ഷണമാക്കി അവരുടെ പവറുകൾ അബ്സോർബ് ചെയ്തെടുത്ത് എനിക്കത് ഉപയോഗിക്കാൻ കഴിയുക എന്നത്. പഠിപ്പിച്ചു തന്ന ഒരുപാട് സ്കില്ലുകൾ നിനക്കില്ലേ, എനിക്കത് തിരികെ വേണം. സോ നിന്നെ ഞാൻ തകർത്ത് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും അവൾക്ക് നേരെ ഓടി അടുക്കും. പക്ഷെ റുക്കിയാണെങ്കിൽ അവന്റെ മുൻപിൽ നിന്ന് തെന്നി മാറുകയാണ്. അതിനവൻ വീണ്ടും പറയും, ഹോളോസിനെയും സോൾ റിപ്പേഴ്സിനെയും ഞാൻ എന്റെ ഭക്ഷണമാക്കി കഴിഞ്ഞു, അടുത്തത് നീയാണെന്ന് പറഞ്ഞ് എന്റെ ആ മോൺസ്റ്റർ രൂപത്തിലേക്ക് മാറുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.